الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, എൻ്റെ മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഇഷ്കിഷൽ 2K25 എന്ന കലാവേദിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ഈ ആധുനിക കാലഘട്ടത്തിൽ ഏവർക്കും പ്രധാനപ്പെട്ട എല്ലാ ആണുങ്ങൾക്കും എല്ലാ ആളുകൾക്കും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അൽ ജിഹാദുൽ അക്ബർ. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യേണ്ട ഒരാൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആരോടാണ് ഏറ്റവും കൂടുതലും യുദ്ധം ചെയ്യേണ്ടത്? ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബികൾ യുദ്ധമുഖത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന കണ്ടപ്പോൾ സ്വഹാബികളോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി ചോദിച്ചു, അല്ലയോ സ്വഹാബ, നിങ്ങൾ ചെറിയ യുദ്ധത്തിൽ നിന്ന് വിജയിച്ചു വരികയാണോ? ഈ ചോദ്യങ്ങൾ കേട്ട സ്വഹാബ തിരിച്ചു മറുപടി പറഞ്ഞു, സ്വന്തം ശരീരം പണയം വെച്ചുകൊണ്ട് ദീൻ ഇസ്ലാമിന് വേണ്ടി ചെയ്ത യുദ്ധം ചെറിയ യുദ്ധമാണെങ്കിൽ നബിയെ എന്താണ് വലിയ യുദ്ധം? അൽ ജിഹാദുൻ നഫ്സ്, എന്താണ് നബിയെ വലിയ യുദ്ധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അൽ ജിഹാദുൻ നഫ്സ് വശൈത്വാനിർ റജീം, സ്വന്തം ശരീരത്തോടും ആട്ടി ഓടിക്കപ്പെട്ട പിശാചിനോടുമുള്ള യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി കേട്ട സ്വഹാബികൾ ഒന്നും കൂടി അമ്പരന്നു പോയി. എങ്ങനെയാണ് നബിയെ ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തിനോട് യുദ്ധം ചെയ്യാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ തിരുഖുർആനിൽ വെച്ച് ഒരു വാക്യം പറഞ്ഞു കൊടുത്തു, വമാ ഉബല്ലിഗു നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറതും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി വമാ ഉബല്ലിഗു നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറതും ബിസ്സൂഇ. ലോകത്തിലെ അല്ലെങ്കിൽ അല്ലാഹു തആല സൃഷ്ടിച്ചതായ എല്ലാ മനുഷ്യരും അവരുടെ ശരീരം ആഗ്രഹിക്കുന്നത് ഹറാമിലേക്കാണ്. എല്ലാ മനുഷ്യരുടെയും ചിന്താഗതികൾ പോകുന്നത് ഹറാമിലേക്കാണ്. ഹറാമാണ് എല്ലാവരും ആഗ്രഹിക്കുക. ഇത് കേട്ട സ്വഹാബികൾ പറഞ്ഞു, നബിയെ നമ്മളും മനുഷ്യന്മാരാണ്, നമ്മൾ എങ്ങനെയാണ് അതിൽ ഉൾപ്പെടുക? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുത്തു. ഇല്ലാ മാ റഹിമ റബ്ബി, അല്ലാഹുവിന്റെ കരുണ ലഭിക്കാത്തവരല്ലാതെ എല്ലാവരും ബാക്കിയുള്ള എല്ലാവരുടെയും ശരീരം ഹറാമിലേക്കാണ് കൊതിക്കുക. മനുഷ്യനെ ശ്രദ്ധിക്കണം. അതായത് ഓരോ മനുഷ്യന്റെയും ആഗ്രഹം ഹറാമിലേക്കായിരിക്കും. ഏതൊരു മനുഷ്യനും എത്ര സൂക്ഷിച്ചാലും അവൻ ഒരുപക്ഷെ ഹറാമിലേക്ക് പോയേക്കാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കഥയുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിശന്ന് അവശനായി തന്റെ കയ്യിൽ ഒന്നുമില്ലാതെ അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ഭക്ഷണം കിട്ടിയ ഉടനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭക്ഷണം മുഴുവനും കഴിച്ചു തീർത്തു.
അദ്ദേഹം കഴിച്ചതിന് ശേഷം ആ മനുഷ്യൻ ചോദിച്ചു, അല്ലയോ മനുഷ്യ, ഈ പണം എവിടെ നിന്നാണ്, ഈ ഭക്ഷണം എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഉമറേ, ഞാനൊരു പുതു മുസ്ലിമാണ്, ഞാൻ ഇപ്പൊ അടുത്ത് മുസ്ലിമായ ഒരുത്തനാണ്, ഞാൻ ഇതിനു മുമ്പ് ഒരു ജോത്സ്യനായിരുന്നു, അതിൽ നിന്ന് കിട്ടാനുള്ള പണമായിരുന്നു ഇത്, അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിത്തന്നത്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇത് ഹറാമിന്റെ ഭക്ഷണമാണെന്ന് മനസ്സിലായ ഉടനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ തൊണ്ടയിൽ കൈയിട്ടുകൊണ്ട് ഛർദ്ദിക്കുകയാണ് ചെയ്തത്. ഏതൊരു മനുഷ്യനും എത്ര സൂക്ഷിച്ചാലും ഹറാമുള്ളിലേക്ക് പ്രവേശിക്കാം. വയറാണെങ്കിൽ ഹറാം തിന്നാൻ കൊതിക്കും, കണ്ണാണെങ്കിൽ ഹറാം കാണാൻ കൊതിക്കും, ചെവിയാണെങ്കിൽ ഒളിഞ്ഞു കേൾക്കാനും മറ്റു കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. അങ്ങനെ എല്ലാ മനുഷ്യരുടെയും ഹറാമായ കാര്യങ്ങൾക്കാണ് എന്റെ ശരീരം മുൻഗണന നൽകൽ. ഇത് കേട്ടോ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ഈ പറഞ്ഞപ്പോൾ സ്വഹാബികൾ ഒന്നുകൂടി ചോദിച്ചു, എങ്ങനെയാണ് നബിയെ അല്ലാഹുവിന്റെ കരുണ ലഭിക്കൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, വ അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, റബ്ബ് സുബ്ഹാനല്ലാഹു തആലയെ ഭയന്നുകൊണ്ട് ഏതൊരുത്തൻ തന്റെ വിചാരങ്ങൾ അടക്കി വെച്ചുകൊണ്ട് തന്റെ ശരീരം പറയുന്നത് കേൾക്കാതെ അവന്റെ അല്ലാഹു തആല, റബ്ബ് സുബ്ഹാനല്ലാഹു തആല പറഞ്ഞത് കേൾക്കാൻ വേണ്ടി അവൻ ക്ഷമ കൈകൊള്ളുന്നുണ്ടോ, അവനാണ് അല്ലാഹു തആല സ്വർഗ്ഗം ലഭിക്കുക. ഫഇന്നൽ ജന്നത യൽ മഅവാ, അവന് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കും. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ക്ഷമിക്കൽ? അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസാബിറൂ വറാബിതൂ. ഓ മനുഷ്യരെ, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുക, വസാബിറൂ വറാബിതൂ, നിങ്ങൾ ക്ഷമ കൈകൊള്ളുകയും ക്ഷമയിൽ മാതൃകയാവുകയും ചെയ്യുക. തന്റെ മക്കളോട് ക്ഷമിക്കുക എന്ന് വെറുതെ വാചകം അടിച്ചിട്ട് കാര്യമില്ല. ആ മക്കൾക്ക് ക്ഷമിക്കാൻ കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ക്ഷമിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. 1875 ലണ്ടൻ രാജ്യത്തെ മൊത്തം വിറപ്പിച്ച ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേനാണ് മർമഡ്യൂക്ക് പിക്താൾ. അദ്ദേഹമാണ് ഈ പേന ആയുധമാക്കിക്കൊണ്ട് തന്റെ എതിരാളികളെ വിറപ്പിച്ച ഒരു മനുഷ്യൻ. കലാസാഹിത്യത്തിലും തന്റെ കൃതികളിലും തന്റെ എല്ലാ കഴിവുകളിലും തന്റെ എതിരാളികളെ വിറപ്പിച്ച മനുഷ്യൻ. പേന കൊണ്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. തന്റെ കലാസാഹിത്യങ്ങൾ ലണ്ടൻ രാജ്യമല്ല, ഈ ലോകം മുഴുവനും അംഗീകരിച്ചതാണ്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം തന്റെ ഫ്ലാറ്റിൽ വിശ്രമിക്കുമ്പോൾ തന്റെ റൂമിന്റെ തൊട്ടടുത്തുള്ള റൂമിൽ എന്തോ ശബ്ദകോലാഹലങ്ങൾ കേട്ട് അദ്ദേഹം അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ഒരു വയസ്സായ വൃദ്ധൻ ഒരു ചെറുപ്പക്കാരനെ അടിക്കുന്നത് അദ്ദേഹം കണ്ടു. ഇത് കണ്ട ഉടനെ ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് ചോദിച്ചു, നിങ്ങളെ എന്ത് ക്രൂരമായിട്ടാണ് അദ്ദേഹം മർദ്ദിക്കുന്നത്? നിങ്ങൾക്ക് ആരോഗ്യമില്ലേ? നിങ്ങൾക്ക് തണ്ടും തടിയുമില്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ വൃദ്ധനെ അടിച്ചുകൂടാ, തിരിച്ചടിച്ചുകൂടാ? ഇത് കേട്ട മനുഷ്യൻ പറഞ്ഞു, എന്റെ മതം ഇസ്ലാം, എന്റെ മതം ഇസ്ലാമാണ്. എന്റെ മതം എന്നോട് പറഞ്ഞത് വൃദ്ധർ അല്ലെങ്കിൽ വൃദ്ധരായ ആളുകളെ ബഹുമാനിക്കാനും അവരെ അനുസരിക്കാനാണുമാണ്. ഇത് കേട്ട ആ മർമഡ്യൂക്ക് പിക്താൾ എന്ന മഹാകവി അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. 1917 അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നീട് 1920 അദ്ദേഹത്തിന്റെ ഒരു പുതിയ കൃതി പുറത്തേക്ക് വന്നു, ദ മീനിങ് ഓഫ് ദ ഗ്ലോറിയസ് ഖുർആൻ. ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ്, അതായത് ഈ ലോകത്ത് ആദ്യമായി ഇംഗ്ലീഷിന്റെ ഖുർആനിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് രൂപീകരിച്ചത് അദ്ദേഹമാണ്. ദ മീനിങ് ഓഫ് ദ ഗ്ലോറിയസ് ഖുർആൻ. അദ്ദേഹത്തിന്റെ ഈ ഒരു കൃതി അല്ലെങ്കിൽ ഖുർആനിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് കൊണ്ട് ധാരാളം പേർ മുസ്ലിം ആയിട്ടുണ്ട്. ഈയിടെ വൈറലായ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ വൈറലായ ഒരു മനുഷ്യൻ അദ്ദേഹവും ലണ്ടനിൽ തന്നെയാണ്. അദ്ദേഹം ലണ്ടനുകാരനാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലുള്ള പല ചോദ്യങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പല പണ്ഡിതന്മാരുടെ അടുത്തേക്കും പോയി, ജൂതന്മാരുടെ അടുത്തേക്കും എല്ലാവരുടെ അടുത്തേക്കും പോയിട്ടും അതിന് ഉത്തരം ലഭിച്ചില്ല. തന്റെ കൂട്ടുകാരൻ എന്ത് ചെയ്തു? നീ ഇസ്ലാം മതത്തിലുള്ള പണ്ഡിതന്മാർ ചോദിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ റോബിൻസ് എന്ന ആൾ മറുപടി പറയുന്നു, ഇസ്ലാം എന്നത് തീവ്രവാദികളുടെ മതമല്ലേ, ഞാൻ എങ്ങനെ പോയി ചോദിക്കും?
ഇത് കേട്ട് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടു. തീവ്രവാദം എന്നത് ഇസ്ലാം അല്ല, അത് അവരുടെ ഓരോരോ വികാരങ്ങളാണ്, അതിനും ഇസ്ലാമിനുമായ ഒരു ബന്ധവുമില്ല എന്നുള്ള കറക്റ്റ് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ റോബിൻസ് എന്ന മനുഷ്യൻ ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് പോവുകയാണ്, ഒരു പള്ളിയിലേക്ക് കയറുകയാണ്. ആ ഉസ്താദ് വരുമ്പോൾ അദ്ദേഹം ഭയന്ന് വിറക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ റോബിൻസിന്റെ ബയോഗ്രഫി പരിശോധിച്ച് നോക്കിയാൽ കാണാം. അദ്ദേഹം പറയുന്നു, ഞാൻ ആ ഉസ്താദിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ എനിക്ക് പേടി കൊണ്ട് കാലുമുട്ടുകൾ വിറക്കാൻ തുടങ്ങി. അങ്ങനെ ആ വിറക്കുന്ന സമയത്ത് ഞാൻ ആ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ആ ഉസ്താദ് എന്നോട് മയമായ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും വിവരിച്ചു തന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു. പിന്നീട് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. എന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ഒരു സംശയം, ഞാൻ ഈ മതം സ്വീകരിച്ചാൽ ശരിയാകുമോ എന്നൊരു സംശയം. അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ, അള്ളാഹുവേ, നിന്റെ മതം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ആ മതം ഞാൻ സ്വീകരിക്കണമെങ്കിൽ നിന്റെ അടുക്കൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ലഭിക്കണം, അല്ലെങ്കിൽ എന്തൊരു ക്ലൂ ലഭിക്കണം, സൂചന കിട്ടണം, ഇത് നല്ല മതമാണ് എന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ ദ മീനിങ് ഓഫ് ദ ഗ്ലോറിയസ് ഖുർആൻ എന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് പതിപ്പുമായി അദ്ദേഹത്തിന്റെ വീടിന്റെ ടെറസിന്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനല്ലാഹു തആല ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എന്തെങ്കിലും ഒരു അടയാളം ഇടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ മണിക്കൂറുകൾ കടക്കുകയും 3-4 മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു വെറുപ്പ് തോന്നി. കാരണം അള്ളാഹു എന്റെ പ്രാർത്ഥന കേട്ടിയില്ല, പിന്നെ എങ്ങനെയാണ് ലോക മുസ്ലിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്നിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അറിയാതെ തന്റെ കയ്യിലുള്ള ഇംഗ്ലീഷ് ഖുർആൻ ട്രാൻസ്ലേറ്റുകൾ തുറന്നു നോക്കിയപ്പോൾ അതിന്റെ ആദ്യ വരികൾ ഇങ്ങനെയായിരുന്നു, അല്ലയോ മനുഷ്യ, നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ നിനക്ക് മുന്നേ തന്നതല്ലേ, പിന്നെ എന്താണ് നിനക്ക് ഇത്രയും സംശയം? ഇത് കണ്ട ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ സംശയങ്ങളും വെറുപ്പുകളും എല്ലാം മായ്ച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ച് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു പുതിയ നാമം കൂടി നൽകപ്പെട്ടു, റോബിൻസ് ബിക്കമ്മേ അബൂബക്കർ. അങ്ങനെ അദ്ദേഹത്തിന് അബൂബക്കർ എന്ന പേരിൽ അദ്ദേഹത്തെ അറിയപ്പെട്ടു. ഒരു ക്ഷമ കൊണ്ട് അദ്ദേഹം, ആ വൃദ്ധനായ ഒരു മനുഷ്യന്റെ ക്ഷമ കൊണ്ട് ആ മർമഡൂക് ബിക്താൾ എന്ന മഹാകവി ഖുർആന്റെ ട്രാൻസ്ലേറ്റർ രൂപീകരിക്കുകയും അതിൽ നിന്ന് ധാരാളം പേർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ഒരു ചെറിയ ക്ഷമ കൊണ്ടാണ് ഇത് മുഴുവൻ ഇവിടെ നടക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഞാൻ വിരാമം കൊള്ളിക്കുന്നു. വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.